മെഡിക്കൽ റപ്പോ. നടികർ തിലകം എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ പേര്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തമിഴ്നാട്ടിൽ കുറച്ച് ഡിസ്കഷൻ ആയി. അവർ നടികർ തിലകം എന്ന് വിളിക്കുന്നത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിവാജി ഗണേശൻ സാറിനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മോനായിട്ടുള്ള പ്രഭു സാറ് ലാലേട്ടനോട് കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ ജീൻ ഓക്കെ പറയുന്നു, പേര് മാറ്റാൻ റെഡിയാണെന്നുള്ളത്. അങ്ങനെ അവരൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, പ്രഭു സാറിനെ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ പ്രഭു സാർ തന്നെയാണ് ഇതിന്റെ പേര് നടികർ തിലകം എന്ന് മാറ്റി നടികർ എന്ന് അനൗൺസ് ചെയ്തത്. സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പഴയ കാലത്തെ നമ്മുടെ സിനിമയിലേക്ക് ലെറ്ററിങ്ങില്ലേ, പേരെഴുതി കാണിക്കുന്ന പരിപാടി, അത് കാണിച്ചുകൊണ്ടാണ്. അത് പണ്ട് ആദ്യ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, പിന്നെ പതിയെ അതിൽ വന്നിരുന്ന മാറ്റങ്ങൾ ഇങ്ങനെ കാണിച്ചാണ് അതിന്റെ ലെറ്ററിങ്ങും പരിപാടികളൊക്കെ കാണിച്ചത്. നസീർ സാറിന്റെ ഒരു ചെറിയൊരു വീഡിയോ, പഴയ വീഡിയോ കാണിക്കുന്നു. പുള്ളിനെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. പുള്ളി അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റാർഡം എന്ന് പറയുന്നത് ഭൂമത്തെ വിരിച്ച കിടക്കയല്ല, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിൽ കുറച്ച് ദൈവാധീനം വേണം, കുറച്ച് കഷ്ടപ്പാടുകൾ വേണം, ആളുകളോട് നന്നായിട്ട് പെരുമാറണം, ഞാൻ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ഒരു വീഡിയോ കാണിച്ചു. അങ്ങനെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജീനെ അറിയാമല്ലോ, ജീൻ ഭയങ്കര കളർഫുൾ ആയിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്. അതായത് പുള്ളിയുടെ ഒരു സീൻ കൊറിയോഗ്രാഫി തന്നെ അടിപൊളിയായിരുന്നു. ഇതിനു മുമ്പ് നമുക്കറിയാം പുള്ളി എങ്ങനെയാണ് പുള്ളി ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് സിനിമ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന മറ്റൊരു സിനിമ, ഇതേപോലെ ധാരാളം സിനിമകൾ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്, സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന. പക്ഷെ ഇതിൽ പറയുന്നത് സിനിമയ്ക്കുള്ളിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു നായകന്റെ ലൈഫും ആ സ്റ്റാർഡം നിലനിർത്താനായിട്ട് അവൻ കാണിക്കുന്ന കോപ്രായങ്ങളും അതുമൂലം അവനുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഡേവിഡ് പടിക്കലിന്റെ ഒരു മൂടും പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് അവന്റെ ഒരു സൈഡ് കാണിക്കുന്നുണ്ട്. അതായത് പൊളി ബഹളം പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നത്, മയക്കുമരുന്നടി, വെള്ളവടി, പെണ്ണുപിടി പരിപാടികൾ, തെറിവിളി, ചീത്തവിളി, അതായത് സെറ്റിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളും എല്ലാം കാണിച്ച് അത് സോൾവ് ചെയ്യാനായിട്ടുള്ള അവന്റെ കൂടെയുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകളും പരിപാടികളും ഒക്കെ കാണിച്ച്, പക്ഷെ അതിലൊന്നും ഇവൻ വറീഡാകാതെ മുമ്പോട്ട് പോകുന്ന ഡേവിഡിന്റെ ഒരു സൈഡ് കാണിച്ചിട്ട് വളരെ ഫ്ലാറ്റായിട്ട് പോയിട്ടുള്ള ഒരു ആദ്യ പകുതി. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് ഇവന്റെ വേറൊരു സൈഡ് കാണിക്കുന്നത്, ഇവന്റെ ഒരു ഇമോഷണൽ സൈഡ് കാണിക്കുന്നത്, ഇവന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. ആ സമയത്താണ് നമുക്ക് ഡേവിഡ് പടിക്കലിനോട് കുറച്ച് സ്നേഹവും കാര്യങ്ങളും ഒക്കെ വർക്കൗട്ട് ആകുന്നത്. അതായത് സൗബിനുമായിട്ടുള്ള കുറച്ച് സീനുകളും, ബാലുവായിട്ടുള്ള സീനുകളും, സുരേഷ് കൃഷ്ണനായിട്ടുള്ള സീനുകളും, ഭാവനയായിട്ടുള്ള ഡിസ്കഷൻസും പരിപാടികളും എല്ലാത്തിനകത്തും ഇവന്റെ വേറൊരു സൈഡ് കാണിക്കുന്നുണ്ട്. ഇവന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്ന് ഇവന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഗെയിമിക്കും പരിപാടികളൊക്കെ കാണിച്ച് ആണ് സെക്കൻഡ് ഹാഫ്. സെക്കൻഡ് ഹാഫിന്റെ അവസാനത്തിലോട്ട് വരുന്ന സമയത്തൊക്കെ ഇമോഷണലി സിനിമ കുറച്ച് കണക്റ്റഡ് ആയി. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് എക്ഷനാണ്. ആ ഒരു മൂഡ് പിടിച്ചിട്ടുള്ള മ്യൂസിക്കും പരിപാടികളൊക്കെ സൂപ്പർ ആയിരുന്നു. പിന്നെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ഏക്തയാണ്, കിഡിലൻ കോസ്റ്റ്യൂം, കളർഫുൾ കോസ്റ്റ്യൂം. പിന്നെ DOP ആൽബി, അതും അടിപൊളി. പക്ഷെ ഈ സിനിമയുടെ പ്രധാന പ്രശ്നമായിട്ട് വരുന്നത് പ്രേക്ഷകരെ പൂർണ്ണമായിട്ടും എൻഗേജ് ചെയ്യിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. കാര്യം ഇത്രയും നല്ല ക്രൂ ഉണ്ടായിരുന്നിട്ട്, ഇത്രയും നല്ലൊരു ആക്ടേഴ്സും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പോയത് വീക്ക് സ്ക്രിപ്റ്റ് ആയിട്ട് തന്നെയാണ്. സുവിൻ സോമശേഖരനാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ല ഡയറക്ടർ ആയിരുന്നത് കൊണ്ടാണ് ഈ സിനിമ ഇത്രയും ആസ്വാദനകരമായത്, ഇത്രയും കളർഫുൾ ആയത്, ഇത്രയും റിച്ച് ആയത്. അല്ലാതെ ഈ സ്ക്രിപ്റ്റിന്റെ മെൻമോണ്ട് അല്ല. പേഴ്സണലി എനിക്ക് സിനിമ വർക്കായി, എനിക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആയി. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. ഒരു ആക്ടർ എന്ന നിലയിൽ ടൊവിനോ ഇങ്ങനെ കയറി വരുന്നത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. സൗബിനും ടൊവിനോയായിട്ടുള്ള കുറച്ച് കോൺവെർസേഷൻസും, വിനോയും ചന്തുവായിട്ടുള്ള കുറച്ച് സീൻസുകളും, സുരേഷ് കൃഷ്ണനായിട്ടുള്ള സീൻസുകളും കാര്യങ്ങളും എല്ലാം കുറച്ച് അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് കണക്റ്റഡ് ആയി. ട്രെയിലർ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ കണ്ട ഒരു സിനിമ അല്ല നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത്. വേറൊരു മൂഡാണ്. ഒരു ഇമോഷണൽ ഡ്രാമ പരിപാടികളിലേക്കൊക്കെ സിനിമ പോകുന്നുണ്ട്. ടോട്ടലി ഒരു അടിച്ചുപൊളി കളർഫുൾ സാധനം മാത്രമല്ല സിനിമ. അതുകൊണ്ട് തന്നെ ഒരു മിക്സഡ് റിവ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളത് കണ്ടു നോക്ക്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യും. അപ്പം ഓക്കെ.